ഉദരത്തിൽ വളരുന്നത് ഒറ്റഹൃദയവും കരളും ഉദരവും മാത്രമുള്ള ഇരട്ടകളാണെങ്കിലും അവർ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ജീവനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അമേരിക്കയിലെ മിഷിഗണിൽ താമസിക്കുന്ന കത്തോലിക്ക ദമ്പതികളായ നിക്കോൾ ലെബ്ലാങ്കും ഭർത്താവ് ഓസ്റ്റിനും. ഹൃദയവും കരളും ഉൾപ്പെടെയുള്ള പല ആന്തരികാവയവങ്ങളും പങ്കിടുന്ന സയാമിസ് ഇരട്ടകളാണ് നിക്കോൾ ലെബ്ലാങ്കിന്റെ ഉദരത്തിൽ വളരുന്നതെന്ന തിരിച്ചറിവ് ദമ്പതികളുടെ ഉള്ളുലച്ചുവെങ്കിലും അതിലേറെ നിശ്ചയദാർഢ്യത്തോടെ അവർ ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. ഗർഭാവസ്ഥ സങ്കീർണമാണെങ്കിലും ഗർഭചിത്രത്തിന് തയ്യാറല്ല. ദൈവം ഉദരത്തിൽ ഉരുവാക്കിയ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഒപ്പം ലോകത്തോടുള്ള വിശ്വാസ സാക്ഷ്യമായി അത് മാറ്റുകയുമായിരുന്നു ദമ്പതികൾ. തന്റെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും പൂർണ്ണമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ ജീവിതം സ്വാധീനം ചെലുത്തുന്നതാകുമെന്ന് ഞാൻ കരുതുന്നു. എന്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും സാമൂഹ്യ മാധ്യമത്തിലൂടെ അവർ വിളിച്ചു പറഞ്ഞു. ഗർഭചിത്രം പാപമാണെന്നും ഗർഭാശയം കൊലക്കളമാകാൻ അനുവദിക്കരുതെന്നും ഉറച്ചു വിശ്വസിക്കുന്നതായും എന്തു പ്രതിസന്ധികളുണ്ടായാലും തന്റെ പൊന്നോമനകൾക്ക് ജന്മമേകാനുള്ള ശ്രമങ്ങളുമായി നീങ്ങുകയാണെന്നും ഇവർ വ്യക്തമാക്കി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി എത്ര സമയം ചെലവഴിക്കാനാകുമെന്ന് ഞങ്ങൾക്കറിയില്ല. സാഹചര്യങ്ങൾ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 35-ാമത്തെ ആഴ്ചയിൽ സിസേറിയന് വിധേയമാകും. 25 ആഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കൾക്ക് നിലവിൽ ഹൃദയസ്തംഭനത്തിന് ലക്ഷണങ്ങളൊന്നുമില്ലെന്നും ദമ്പതികൾ വ്യക്തമാക്കി. സ്കാനിങ്ങിലാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ സയാമിസ് ഇരട്ടകളാണെന്ന് അവർ അറിഞ്ഞത്. മാത്രമല്ല കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും ഒരു ഹൃദയവും ഒരു കരളും ഒരു ഉദരവും മാത്രമേയുള്ളൂ. എങ്കിലും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളായ ഇരുവരും അതൊരു ക്രൈസ്തവ ജീവിത സാക്ഷ്യമായി മാറ്റുകയുമായിരുന്നു. വിശുദ്ധ കുർബാനയിലും ജപമാല പ്രാർത്ഥനയിലും ആശ്വാസവും ശക്തിയും കണ്ടെത്തുന്ന നിക്കോൾ ഓസ്റ്റിൻ ദമ്പതികൾ തങ്ങൾ പ്രോലൈഫ് തലമുറയാണെന്നും ഗർഭചിത്രത്തിൽ നിന്ന് കഴിയുന്നത്ര കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട സവിശേഷമായ ദൗത്യം തങ്ങൾക്കുണ്ടെന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ്.